ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും നമ്മുടെ ടെറസ് കിച്ചണിൽ തന്നെയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, ഭയങ്കര മഴ, പിന്നെ എന്താ വേണ്ടത്. സ്കൂൾ തുറക്കുമ്പോൾ അമ്മമാരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്, പിന്നെ അച്ഛന്മാരെ ഞാൻ ചേർത്ത് പറയുന്നില്ല, എന്നാലും ചില വീടുകളിൽ അച്ഛന്മാർക്കും ടെൻഷൻ ഉണ്ടാകാം. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്ന ടിഫിൻ എന്താണ്, ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നത് ഒരു വലിയൊരു എന്താ പറയുക, അവർക്കൊരു ഭയങ്കര ഹെഡേക്കാണ്. അതായത് വെറൈറ്റി വേണം, കുട്ടികൾ കഴിക്കണം, അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈസി ടു മേക്ക് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായിരിക്കണം, കുട്ടികൾക്ക് ഏറ്റവും ന്യൂട്രിറ്റീവുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമാവണം, കഴിക്കണം. ഇതൊക്കെയാണല്ലോ കൺസിഡറേഷൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചില ലഞ്ച് ബോക്സ് വിഭവങ്ങൾ തയ്യാറാക്കി കാണിക്കാം. അതിൽ പ്രധാനമായിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു റൈസിൻ്റെ ഐറ്റമാണ്. അപ്പോൾ റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തലേ ദിവസം തന്നെ എനിക്കൊണ്ട് 2, 3, 4 ദിവസത്തേക്കുള്ള റൈസ് വേണമെങ്കിൽ, ബസ്മതി റൈസ് ആണെങ്കിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. തണുത്ത റൈസ് തന്നെയാണ് നല്ലത്. ഇനി ബസ്മതി റൈസ് ബുദ്ധിമുട്ടാണെങ്കിൽ സോനാ മസൂരി റൈസ് ആയാലും മതി, നല്ല വൈറ്റ് റൈസ്. പൊന്നിയരിയിലും ചെയ്യാം. പക്ഷേ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ പോണത് ഇപ്പോൾ ഫ്രൈഡ് റൈസ് പോലെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ കളർഫുള്ളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കളറിൽ അട്രാക്റ്റഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. എന്നാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കളറല്ല, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഒരു പനീർ ആൻഡ് പാലക്ക് വെച്ച്. അപ്പോൾ പാലക് പനീർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അതിന് പകരം പാലക്കും പനീറും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു റൈസ് ഉണ്ടാക്കാൻ പോകണം. വേറെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 100 grams ഓഫ് പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയിൽ നിന്നും കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ പകുതി ആക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കപ്പിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ 2 കപ്പ് റൈസിൽ ചെയ്യാൻ വിചാരിക്കുന്നു. 2 കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ വേവിച്ച ചോറ് ഏതാണ്ട് 2 കപ്പ് എടുക്കാം. പനീർ ഒരു 100 grams എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലൊക്കെ ഒരു എൻ്റെ കയ്യിലുള്ളൊരു പിടി. ഓക്കെ, തൽക്കാലം ഇത്. അപ്പോൾ ഇതിനും കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുക്കുക. ഒരു 50 gram പനീർ, അങ്ങനെയല്ല. അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അടുപ്പ് കത്തിച്ചിട്ട് പാലക്കിനെ ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ തലേദിവസം ചെയ്ത് വയ്ക്കാവുന്ന കാര്യങ്ങളാണ്. പാലക്കൊക്കെ നേരത്തെ ബ്ലാൻഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പാലക് പനീർ റൈസ് എന്നൊന്നും പറഞ്ഞ് കൊടുക്കണ്ട. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഗ്രീൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ മതി. ഗ്രീൻ കളറായിരിക്കും, ഒരു ചെറിയൊരു പച്ച നിറത്തിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നു. പാലക്കിലുള്ള വൈറ്റമിൻ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വൈറ്റമിൻസിൻ്റെ കാര്യം പറഞ്ഞാൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോളേറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ മഗ്നീഷ്യം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞൊരു കാര്യമാണ് പാലക്ക്. അത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ഗ്രോയിങ് സ്റ്റേജിലിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും. പിന്നെ പനീറിലാണെങ്കിൽ ധാരാളം കാൽഷ്യം, ധാരാളം അയൺ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് പനീർ. ഇതിനകത്തും വൈറ്റമിൻസ് ധാരാളം ഉണ്ട്. പിന്നെ B12 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം പനീറാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പല്ലിന്, ഹെയറിനൊക്കെ നല്ലതാണ് കേട്ടോ. കാൽഷ്യവും അയണും ഒക്കെ ധാരാളം അടങ്ങിയ ഫുഡായതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കൊടുത്താൽ നല്ലതല്ലേ. വെള്ളം തിളച്ചു ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ഇതിലെ സംഭവം എന്താ വെച്ചാൽ, ഇതൊന്നും രാവിലെ ഇരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. ഇതൊക്കെ രാത്രി തന്നെ നമുക്ക് ചെയ്ത് വയ്ക്കാം. തലേ ദിവസമോ ഒക്കെ നേരത്തെ ചെയ്ത് വയ്ക്കാം. ഒന്ന് വാടിക്കഴിഞ്ഞാൽ കളറ് മാറാത്ത രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യം, ബ്ലാൻഡ് ചെയ്ത് വെച്ച് കണ്ടെയ്നറിലാക്കി വയ്ക്കുക. ബ്ലാൻഡ് ചെയ്ത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്തിട്ട് പനീറും അതുപോലെ അകത്ത് വെച്ചേക്കുക. പനീറും അതിനോടൊപ്പം ഈ പാലക്കും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കും. അതാണ് ചെയ്യണം. ഒന്ന് പ്യൂറി ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ, ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അത് രാവിലെ ജസ്റ്റ് ഒന്ന് പ്യൂറി ചെയ്യുക. പിന്നെ പാത്രം വയ്ക്കുക, കുറച്ച് സോട്ടിങ്. റൈസ് ഓൾറെഡി കുക്ക്ഡാണ്, ഫ്രിഡ്ജിനകത്തുണ്ടാവും, നല്ല തണുത്ത ചോറുണ്ടാകും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സിങ് മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ എക്സ്ട്രാ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജോലി നേരത്തെ ചെയ്ത് വയ്ക്കുക. തലേ ദിവസം ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഒരാഴ്ചത്തേക്ക്, ഒരു 5 ദിവസത്തേക്ക് ഉള്ള കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഐഡിയാസ് റെഡിയാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് പല കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാം. രാവിലെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്ലാൻഡിങ് വർക്ക് ഈസ് ഓവർ. തീ ഓഫ് ചെയ്യാം. ബ്ലാൻച്ച്ഡ് പാലക്ക് കണ്ടോ, പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കിയേ, ഇത്രയേ ഉള്ളൂ. സോ ലിറ്റിൽ. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ കൂടുതലാണോ എന്നല്ല, ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊരു 100 grams ഓഫ് പനീർ. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നിങ്ങൾ ക്വാണ്ടിറ്റി ഇതിൻ്റെ നേർ പകുതിയാക്കാം. ഓക്കെ, 2-3 കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈ ക്വാണ്ടിറ്റിയിലെടുക്കാം. അപ്പോൾ എല്ലാവർക്കും കൂടി ആകുമ്പോൾ ആവശ്യത്തിന് കിട്ടും. യെസ്, നോക്കിക്കോളൂ, ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ. ഇത് വളരെ ടേസ്റ്റിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്.
കാണിച്ചു തരാം. നോക്കൂ, നല്ല പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ചു, നമ്മുടെ സ്ഥിരം പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഒട്ടും തന്നെ സ്പൈസസ് ചേർക്കുന്നില്ല, എരിവിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ വലിയവർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ടിഫിനിലാണെങ്കിൽ പാലൊക്കെ ബ്ലാൻഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടി ചേർത്ത് ബ്ലാൻഡ് ചെയ്യുക. ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു എരിവ് കിട്ടുമല്ലോ. അങ്ങനെ ഒരല്പം നെയ്യ് ചേർക്കുന്നു. കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ നെയ്യിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചൂടാക്കിയത്. റൈസ് ഞാൻ വേവിച്ച് തണുത്ത് വെച്ചിരിക്കുന്നതാണ്, തണുപ്പിച്ച്. ഇത് 2 കപ്പ് 240 ml 2 കപ്പ് ബസ്മതി റൈസ് അളന്ന് വേവിച്ച് ഊറ്റിയതാണ്. ഓക്കെ, ഇത് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2-3 ടൈപ്പ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയതാണ് ഞാനിങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അല്പം നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ഗാർലിക്, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി. ഇതിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയല്ലേ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. ഒരു വളരെ കളർഫുള്ളായിരിക്കും, അവർക്ക് ഇഷ്ടമാവും. എല്ലാം കുറച്ച് മതി കേട്ടോ. എല്ലാത്തിൻ്റെയും കളറെല്ലാം മാറി തുടങ്ങട്ടെ. എല്ലാം ഫാസ്റ്റ് കുക്കിംഗ് ആണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സോട്ടിങ് എല്ലാം കഴിയും. കുറച്ച് സവാള, ഒരു 1/4 കപ്പ്. എല്ലാം ഒന്ന് വാടിയാൽ മതി, മറ്റെല്ലാം കളർ മാറിക്കഴിഞ്ഞു. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പനീർ ആൻഡ് പാലക് കൂട്ട് ചേർക്കും. നന്നായിട്ടൊന്ന് വഴറ്റും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. റൈസ് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. റൈസിൻ്റെ ഒരു ഉപ്പ് എന്തായാലും ഉണ്ടാകും. ഒന്ന് ഡ്രൈ ആകുന്ന പോലെ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകണം. എല്ലാം 2-3 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ, ആകും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി ഇങ്ങനെ ആകണം. ഓക്കെ, ആയല്ലോ. ഇനി ഇതിലേക്ക് റൈസ്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് റൈസ് ഇട്ടിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഗ്രീൻ ഫ്രൈഡ് റൈസ് ഇസ് റെഡി. ഓക്കെ, ആഹാ, തീ ഓഫ് ചെയ്യുന്നു. 4 കപ്പ് റൈസ് ആണെങ്കിലും ഇത്രയും തന്നെ മതി. ഓക്കെ, ഉപ്പ് നോക്കട്ടെ. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. യമ്മി. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇതല്പം ഒന്ന് തണുക്കട്ടെ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിപ്പോയാൽ ഇത് കറിയില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. ഇത് കുറച്ചൊരു സോഫ്റ്റായിരിക്കും, ആവശ്യത്തിനൊരു മോയിസ്റ്റാണ്, ആവശ്യത്തിന്. ടു മച്ച് ഓഫ് ഡ്രൈഡ് അല്ല. കുട്ടികൾക്ക് കാണുമ്പോൾ അയ്യോ കളർഫുൾ അല്ലേ, നല്ല ഗ്രീൻ ഫ്രൈഡ് റൈസ്. വാവ്, ഭയങ്കര ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇതിപ്പോൾ 2 കുഞ്ഞുങ്ങളുള്ള വീട്ടുകാർക്കാണെങ്കിൽ 1 കപ്പ് റൈസും കൂടി ചേർക്കുക. ഇതേ ക്വാണ്ടിറ്റി മതി. 4 കപ്പ് റൈസിൽ ചെയ്തിട്ട് ഇതിപ്പോൾ 3 കപ്പുണ്ട്, 2 ടിഫിനിലായിട്ട് വെച്ച് കൊടുക്കുക. 2 കപ്പ് റൈസ് മാത്രമാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഹാഫ് ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഓക്കെ, പനീർ 50 ഗ്രാംസ്, പാലക്ക് ഇപ്പോൾ ഞാൻ എടുത്തതിൻ്റെ കുറച്ച് പകുതിയായിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ടിഫിൻ. ഞാൻ ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സൈഡിൽ വെക്കാനായിട്ട് കുറച്ച് ഇതിപ്പോൾ ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, പക്ഷേ സാധാരണ യോഗട്ടായാലും മതി. കുറച്ചെടുക്കാം. ചെറിയൊരു പാത്രമാണ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാനുള്ളൂ, അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന പാത്രം ഏതാണോ അതനുസരിച്ചിട്ട്. ഓക്കെ, അതിലേക്ക് മാതളം പൊമോഗ്രാനൈറ്റ് ഇടാം, ചേർത്ത് കൊടുക്കാം. ദിസ് ഈസ് ഗ്രീക്ക് യോഗട്ട്, അല്ലാണ്ട് നല്ല കട്ടിക്കുള്ളതായിട്ട് മതി. ഇത് നിർബന്ധമില്ല, ഇത് തന്നെ വേണമെന്ന്. ഇങ്ങനൊരു സംഭവം. അപ്പോൾ അത് ഫ്രൂട്ടും ആയി, യോഗട്ടും ആയി. എത്രത്തോളം ഹെൽത്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ.
ഇറ്റ്സ് വെരി വെരി ഹെൽത്തി. ആദ്യം ഇതൊന്ന് വെച്ച് സ്പേസ് ഉണ്ടാക്കാം. നമുക്ക് റൈസ് ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ഏതാണ്ട് ഹാഫ് പോർഷൻ എടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 2 ടിഫിൻ ബോക്സിനുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ള അത്രയും പോർഷൻ. അവർക്ക് ടിഫിൻ തുറക്കുമ്പോൾ തന്നെ ഒരു നട്ടെല്ലാം കാണട്ടെ. ഇതിൽ കൂടുതലൊന്നും കഴിക്കില്ല കുഞ്ഞുങ്ങൾ. ഇനി ഇതിനകത്തേക്ക് ഒരു പോർഷനാണല്ലോ, ഇതിങ്ങനെ എടുത്ത് മാറ്റിയാലും നമുക്ക് ആ ഒരു പോർഷൻ്റെ ഒരു അറിയാൻ പറ്റും. ഇതിനകത്തേക്ക് ഇത് ഗ്രീക്ക് യോഗട്ട് ആയതുകൊണ്ടാണ് ഇത്രയും തിക്നെസ്സിൽ വരുന്നത്. മറ്റേത് അത്രയും തിക്കാവില്ല, എങ്കിലും ഓൾമോസ്റ്റ് തിക്കായിട്ടുള്ള യോഗട്ട് ഉണ്ട്, നമ്മളെടുത്താൽ മതി. സോ ദിസ് വിൽ ബി എൻ അട്രാക്റ്റീവ് ഒരു ഓപ്ഷൻ. കാണുമ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇതെല്ലാം കാണാം. അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവും. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ക്ലോസ് ചെയ്യുന്ന ടൈപ്പ് അല്ലാത്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങൊന്നുമില്ല, എല്ലാം ഇൻടാക്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടിഫിൻ ബോക്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു ഓപ്ഷനായല്ലോ, ഗ്രീൻ ഫ്രൈഡ് റൈസ് വിത്ത് പൊമോഗ്രാനൈറ്റ് ആൻഡ് യോഗട്ട് സാലഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടിഫിൻ ബോക്സ് ഐറ്റം. ഓക്കെ, അതിന് ഞാൻ വിചാരിക്കുന്നു എന്നൊരു പിങ്ക് ഫ്രൈഡ് റൈസ്. എല്ലാം പിള്ളേരെ പറ്റിക്കുന്ന കാര്യങ്ങളാണ്. പിങ്ക് ഫ്രൈഡ് റൈസ്, അതിനൊരു ചെറിയ ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് സ്കിന്നൊക്കെ മാറ്റി അത് വെള്ളം തിളയ്ക്കാനും വെച്ചു. അതിലിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു ചെറിയ ബീട്രൂട്ടായിരുന്നു. ഏകദേശം വേകാറാകുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ബ്ലാൻഡ് ചെയ്യാനായിട്ട് ചേർക്കുക. അത് റെഡ് ക്യാപ്സിക്കം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്, ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്. ഫുള്ള് വേണമെന്നില്ല, ഒരു ഹാഫ് മതി. ഇത് നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇത് ഏകദേശം നമ്മുടെ ബീട്രൂട്ട് സെറ്റായി ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ട് മതി. ഇതൊന്ന് ബ്ലാൻഡ് ഒന്ന് വാടിയാൽ മതി. ഇതങ്ങനെ ഭയങ്കരമായിട്ട് വേകേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. നേരെ ഹാഫ്. ഓക്കെ, ഒരു ഹാഫ് ക്യാപ്സിക്കം. റെഡ് തന്നെ വേണം, അതാണ് ഒരു സ്വാദ്. നല്ല ടേസ്റ്റുമാണ്, ഒരു ചെറിയ സ്വീറ്റ്നെസ്സൊക്കെ ആയിട്ട്. ഓക്കെ, ഇത്ര ഇരിക്കട്ടെ. അപ്പോൾ ബീട്രൂട്ട് നമ്മൾ രാവിലെ വേവിക്കാനൊന്നും നിൽക്കണ്ട, തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. അതിന് മുന്നേ ഒരു ദിവസം ആണെങ്കിലും കുഴപ്പമില്ല. വെള്ളത്തിലിട്ട് വേവിക്കണമെന്നില്ല, സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ. അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ നഷ്ടപ്പെടില്ല. അപ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വേവിച്ച് വെച്ചേക്കാം. ക്യാരറ്റ് വേവിച്ച് വയ്ക്കാം, പിന്നെ സ്റ്റീം ചെയ്ത് വയ്ക്കാം. അതുപോലെ ബീട്രൂട്ട് സ്റ്റീം ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാവുന്ന കാര്യങ്ങളാണ്, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ക്യാപ്സിക്കം ആണെങ്കിലും നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്തിട്ട്, ഇപ്പോൾ പാലൊക്കെ ചെയ്ത് വെച്ചതുപോലെ ക്യാപ്സിക്കവും ബ്ലാൻഡ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ഒരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്താൽ രാവിലെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാഴ്ചത്തെ പ്ലാനിങ് ഒരു ശനിയാഴ്ച ചെയ്യുക, അല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വയ്ക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേയിൽ സിമ്പിളായിട്ട് കടന്നു പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും രണ്ടാമത്തെ ഐറ്റം ഒരു 3 റൈസ് ഐറ്റമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബീട്രൂട്ട് എല്ലാം വെന്തിട്ടുണ്ട്, ഞാനത് മാറ്റുന്നു, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഇനി ഇതേ വെള്ളത്തിലേക്ക് തന്നെ ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. ഒന്ന് വാടിയാൽ മതി, എന്നിട്ട് അത് മാറ്റാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ബ്ലാഞ്ചായി. ഇനി അതും വെള്ളത്തിൽ നിന്ന് മാറ്റാം. റെഡ് ക്യാപ്സിക്കം ഒന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റി ആയിട്ട് അരയ്ക്കണം. അപ്പോൾ ബീട്രൂട്ടും ഇത് ഏകദേശം തണുത്ത് കഴിഞ്ഞു. റെഡ് ക്യാപ്സിക്കം, അപ്പോൾ ഇത് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്സിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, പിന്നെ അതുപോലെ വൈറ്റമിൻ B9 ദാറ്റ് ഈസ് ഫോളേറ്റ്, പിന്നെ അതുപോലെ ബി വിറ്റമിൻസ് ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യം. പിന്നെ എസെൻഷ്യൽ മിനറൽസ് ആയിട്ടുള്ള പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ, അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ റെഡ് ക്യാപ്സിക്കത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അതിനകത്തും ധാരാളം വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ദാറ്റ് ഇസ് ബെറ്റാ കരോട്ടിൻ ഉണ്ട്, വൈറ്റമിൻ B6, ഫോളേറ്റ്, വൈറ്റമിൻ ഇ, അതെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് കൂടാണ്ട് 2-3 കാര്യങ്ങൾ എക്സ്ട്രാ ദാറ്റ് ഇസ് നയാസിൻ, വൈറ്റമിൻ കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പിങ്ക് ഫ്രൈഡ് റൈസിലേക്ക് പോകാം. ഇത് ഞാൻ ബട്ടറിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 1.5-2 ടേബിൾ സ്പൂൺ. ചൂടായി കിടക്കുകയാണ് പാത്രം.
ഇതിലേക്ക് ആദ്യം ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. ഞാൻ 3 കപ്പ് റൈസാണ് ഇതിനും പ്ലാൻ ചെയ്യുന്നത്. ആഹാ, വെളുത്തുള്ളിയും ബട്ടറും സൂപ്പർ കോമ്പിനേഷനാണ്. എന്താ മണം, പ്രത്യേക മണം വരും. ഇതിനോടൊപ്പം ഇതിൽ കിസ്മിസ് ആണ് ഇടുന്നത്, അണ്ടിപ്പരിപ്പല്ല, കിസ്മിസ്. കാര്യം ഇത് ടോട്ടലി ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ളൊരു ഡിഷാണ്. ബീട്രൂട്ട് ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും ഒക്കെ ചെറിയൊരു സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിസ്മിസും ഒരു ചെറിയൊരു മധുരം തരും. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ആഹാ ഹാ, നല്ല മണം. കളറൊക്കെ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് ഉള്ളി, സവാള ഒരു 1/4 കപ്പ്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ, 3 or 4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഫൈനലി ചോപ്ഡ്. അത് ബട്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്. ബട്ടറിന് ഒരുപാട് ഹീറ്റ് ആവശ്യമില്ലല്ലോ, എണ്ണ പോലെയല്ല, വ്യത്യാസമുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആൻഡ് ബീട്രൂട്ട് പേസ്റ്റ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ, ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അരച്ച പേസ്റ്റ്. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആകണം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇത് റൈസിൽ ഉപ്പുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള, ഉപ്പില്ലാത്ത വെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്, ഇതിനാവശ്യമുള്ള ഉപ്പ് കുറച്ച്. നല്ല ഫ്ലേവർഫുള്ളായിരിക്കും ആ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും ബീട്രൂട്ടും പിന്നെ എന്താ പറയുക, ഗാർലിക് ആൻഡ് ബട്ടർ. ആഹാ, ഇതിലേക്ക് റൈസ് ഇടാം. ഇതെല്ലാം 2-3 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നു, ഇത്രേ ആവശ്യമുള്ളൂ. തണുത്ത ചോറാണ് ഇത്, നല്ല ചൂടുള്ള മസാല മിക്സാണ്. ഒട്ടും തന്നെ സ്പൈസസ് ആഡ് ചെയ്തിട്ടില്ല. ഇനി അഥവാ വലിയ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ എരിവൊക്കെ വേണം തോന്നുകയാണെങ്കിൽ ഒരല്പം ഈ സോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരല്പം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്ത് ചേർത്താലും കുഴപ്പമില്ല. നല്ലൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്സ്. ഇനി തീ ഓഫ് ചെയ്യുന്നു. ഉണ്ടല്ലോ, യെസ്, ഇത് വെറും പിങ്ക് അല്ല, മെജന്ത പിങ്കാണ്. നല്ല ഡാർക്ക് ഡീപ്പ് പിങ്ക്, ബ്യൂട്ടിഫുൾ കളർ. കാണുന്ന പോലെ തന്നെ രുചിയാണ്, നല്ല രുചിയാണ്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നു. പിങ്ക് ഫ്രൈഡ് റൈസ് ഇസ് റെഡി. ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് മുന്തിരിങ്ങയാണ് കേട്ടോ, കിസ്മിസ്. ഇപ്പോൾ 2 ടിഫിനിൽ വയ്ക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വെരി വെരി ഹെൽത്തി പിങ്ക് ഫ്രൈഡ് റൈസ് ഇസ് റെഡി. പിങ്ക് ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി അതിൻ്റെ കൂടെ കൊടുത്തയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ആപ്പിളാണ്. ആപ്പിളൊന്ന് സ്കിന്ന് മാറ്റാം. സ്കിന്നോടുകൂടി കൊടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ആപ്പിളിലൊക്കെ എന്തൊക്കെ കീടനാശിനികൾ അതിൻ്റെ സ്കിന്നിൽ പറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് മാത്രം സ്കിന്ന് മാറ്റുന്നു. ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവരുടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് നമുക്ക് ആപ്പിൾ തന്നെ ആയിക്കോട്ടെ. ഒരു ഹാഫ് ആപ്പിൾ എടുക്കുന്നു. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ, ഇത് ഇനി ഷേപ്പ് ഞാനിങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ യോഗട്ട്, ഇതിപ്പോൾ ഗ്രീക്ക് യോഗട്ട്. യെസ്, ഈ ആപ്പിളിൻ്റെ കൂടെ വേണമെങ്കിൽ കുക്കുംബർ, സലാഡ് കുക്കുംബറും കൂടി വേണമെങ്കിലും ആഡ് ചെയ്യാം. അല്പം അഡൽസിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഓഫീസിലേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. കുറച്ച് മല്ലിയിലയൊക്കെ അരിഞ്ഞിടാം, അല്ലെങ്കിൽ പാസ്ലി ലീവ്സ് ആഡ് ചെയ്യാം. കുട്ടികൾക്കാകുമ്പോൾ ഇലയൊന്നും അങ്ങനെ ഇടുന്ന കാണുന്ന ഇഷ്ടമുണ്ടാവില്ല, അവർ ചിലപ്പോൾ കഴിക്കില്ല. ഇതാണെങ്കിൽ കഴിക്കും, നല്ലൊരു ഡിസേർട്ട് പോലെ കഴിക്കും ഈ സലാഡ്. അപ്പം മയോണീസ് പോലെയൊന്നും അല്ലല്ലോ യോഗട്ട്, പ്രത്യേകിച്ച് ഗ്രീക്ക് യോഗട്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. ഈ പാത്രം കാണുന്ന പോലെയല്ല, നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല ഉള്ളുണ്ട്.
തുറക്കുമ്പോൾ തന്നെ ആ കിസ്മിസിൻ്റെ പീസസ് എല്ലാം ഇങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷമാവും. ഇതിന് ഞാനൊരു ഐഡിയ തരുന്നേ ഉള്ളൂ. ഇതിൽ എത്രത്തോളം ഇംപ്രവൈസേഷൻസോ മാറ്റങ്ങളോ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം നേരെ പകുതി എടുത്തിട്ടുണ്ട്, ഹാഫ് ദ ക്വാണ്ടിറ്റി. 2 ടിഫിൻ കാരിയറിൽ കൊണ്ടുപോകാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഓഫ് റൈസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ഓക്കെ. അപ്പോൾ ഗ്രീൻ ഫ്രൈഡ് റൈസ് കഴിഞ്ഞു, പിങ്ക് ഫ്രൈഡ് റൈസ് കഴിഞ്ഞു. ഇനി നമ്മൾ യെല്ലോ ഫ്രൈഡ് റൈസിലേക്ക് പോകുന്നു. യെല്ലോ ഫ്രൈഡ് റൈസ് കുറച്ചൊരു സൗത്ത് ഇന്ത്യൻ ടച്ച് കൂടുതൽ കൊടുക്കുന്നു. നമ്മൾ തേങ്ങ ചേർക്കും, പിന്നെ കപ്പലണ്ടി. ദിസ് ഇസ് ആക്ച്വലി കോക്കനട്ട് ആൻഡ് ഗ്രൗണ്ട് നട്ട് റൈസ്, പക്ഷെ നമ്മൾ പേരിടുന്നത് യെല്ലോ റൈസ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. പാത്രം ചൂടാകുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് റൈസിലാണ് ചെയ്യുന്നത്. ഉള്ളി 2 കപ്പ് റൈസ്. ഇനി 3 കപ്പ് റൈസ് ഇട്ടാലും ഇത്ര തന്നെ മതിയാകും ഏകദേശം. ഇത് നല്ല ഒന്ന് ചൂടായിക്കോട്ടെ. 1/2 ടീസ്പൂൺ കടുകിടാം, 1/4 ടീസ്പൂൺ നല്ല ജീരകം. കുഞ്ഞുങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിക്കോളും. നല്ല ജീരകവും വേണ്ട, കടുകും വേണ്ട. അവർക്ക് ചില കുട്ടികൾക്ക് ഇങ്ങനെ കറുത്ത കുരു പോലെ കിടക്കുന്ന ഇഷ്ടമല്ല, ചിലർക്ക് ഇങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയാണ്, ഒരു 5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, വട്ടത്തിനരിഞ്ഞത്. കൊച്ചുള്ളിയാണ് സ്വാദ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്താൽ. നെയ്യും കൊച്ചുള്ളിയും ഒരു ഗംഭീര കോമ്പിനേഷനാണ്. സവാളയെക്കാട്ടിലും കൊച്ചുള്ളിയും നെയ്യും കൂടെ ചേരുമ്പോഴാണ് ആ ഒരു മണം, രക്ഷയില്ലാത്ത മണം വരുന്നത്. ഒന്ന് മുരിഞ്ഞോട്ടെ, കുറച്ചുകൂടി ഒന്ന് കളർ മാറാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും. കാര്യം ഇത് കുറച്ച് റൈസിലല്ലേ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ധാരാളം. ഇനി ഇതിലേക്ക് ഇത് കപ്പലണ്ടി തരിതരിപ്പായി പൊടിച്ചതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ ഇടും. പിന്നെ കപ്പലണ്ടിയുടെ ഫ്ലേവർ അങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി തരിതരിപ്പായി പൊടിച്ചതും. ഇനി തേങ്ങ 1, 2. ഒരിച്ചിരി ഉപ്പ് ഇതിലേക്കും കൂടി ചേർക്കാം, ചെറുതായിട്ട്. റൈസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട്. അപ്പോൾ സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് പച്ചമുളകും കൂടി അരിഞ്ഞിടാം, അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ ഭയങ്കര ബ്രൗണൊന്നും ആകണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് റൈസ് ഇടാം. ഇത് 2 കപ്പ് റൈസാണ്. അപ്പോൾ ഈ എടുത്ത് വെച്ച റൈസ് ഇത്രയേ ഉള്ളൂ, തീർന്നു. അവസാനത്തെ 2 കപ്പാണ് കഴിഞ്ഞത്. വലിയവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ കറിവേപ്പില ഇടാം, മല്ലിയില ഇടാം, വറ്റൽ മുളക് ഇടാം. താളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, അത്രേ ഉള്ളൂ. ഫിനിഷ്ഡ്. തേങ്ങയൊക്കെ ഒരുപാട് ബ്രൗൺ ആകരുത്, ഒന്ന് വാടി ഇച്ചിരി ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകണം. ചെറിയതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങിയാൽ മതി. നല്ലൊരു ആവി കയറട്ടെ. ഇച്ചിരി ഉടുപ്പാകാം, ഒരു പൊടിക്ക്. ഒരല്പം കപ്പലണ്ടിയും കൂടി ഞാൻ ഇടുന്നു. നല്ലതല്ലേ കപ്പലണ്ടിയൊക്കെ കൊടുക്കുന്നത്? ഇഷ്ടംപോലെ നല്ല, കുഞ്ഞുങ്ങൾക്ക് വളരെ വളരെ നല്ലതാണ്. അങ്ങനെ തീ ഓഫ് ചെയ്തു, മതി, എത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ധാരാളം കപ്പലണ്ടി ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ, പീനട്ട്. അതുകൊണ്ട് തന്നെ പീനട്ട്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, അതുപോലെ ഫോളേറ്റ്, B9, പിന്നെ അതുപോലെ തയാമിൻ B1, പിന്നെ വൈറ്റമിൻ B6, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഗുഡ് സോഴ്സാണ് ഗ്രൗണ്ട് നട്ട്സ് ഓഫ് പീനട്ട്സ്. പിന്നെ റിബോഫ്ലാവിൻ എന്ന് പറഞ്ഞ B2, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വൈറ്റമിൻ ഇക്കും ഇത് ഉപയോഗപ്പെടുമെന്നാണ് പറയുന്നത്, ഡെയിലി കുറച്ച് കഴിച്ചാൽ. പിന്നെ ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കോപ്പർ, ഫോളേറ്റ്, നയാസിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്.
അപ്പോൾ കുഞ്ഞുങ്ങളുടെ നെർവസ് സിസ്റ്റം, ഹെൽത്തി സ്കിന്ന്, മെറ്റബോളിസം, പിന്നെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. സെൽ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. ഫോളിയേറ്റ് എന്തുകൊണ്ടും ഭയങ്കര നല്ലതാണ് ഇങ്ങനത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. പിന്നെ കൊച്ചുള്ളി അതെല്ലാം നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന്. ഗ്രോയിങ് സ്റ്റേജിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ന്യൂട്രിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. നെയ്യ് നല്ലതാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളൂ. തേങ്ങ അഗെയിൻ കോക്കനട്ട് നമുക്ക് നല്ലതാണ് കേരളത്തിലുള്ളവർക്ക്. ഇനി നമുക്കൊരു റൗണ്ട് ടിഫിനിൽ ഇത് ഫിൽ ചെയ്യാം. ഒരുപാട് മുരിഞ്ഞു പോരുത്, ഒരു കാര്യവും ഓവറായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇനി കൊച്ചുള്ളിയുടെ കളറും സൈസും ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സവാള ചേർക്കുക. ഇനി ഉള്ളിയേ വേണ്ടാന്നുണ്ടെങ്കിൽ ഉള്ളി ഇല്ലാണ്ട് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മളുടെ കുഞ്ഞിൻ്റെ താല്പര്യം എന്ന് അമ്മയ്ക്കല്ലേ അറിയാൻ പറ്റുള്ളൂ, അമ്മയ്ക്ക് വെച്ചിനും. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാം. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഐഡിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ക്യാൻ ഇംപ്രവൈസ് ആൻഡ് മേക്ക് ചേഞ്ചസ്. അപ്പോൾ ഇത് വലിയവർക്കുള്ള ടിഫിനിലും കൊണ്ടുപോകാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി. യെസ്, മതി. ഇതിൽ കപ്പലണ്ടിയാണ്, കാഷ്യൂനട്ടല്ല നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ഫോക്കസ്. മുകളിലിങ്ങനൊരു ഈ ടിഫിനിൽ ഇങ്ങനൊരു സംഭവമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാനൊരു ചെറിയൊരു സലാഡിന് ആവശ്യമുള്ള കാര്യങ്ങൾ വയ്ക്കാമെന്ന് വിചാരിക്കണം. വെജിറ്റബിൾസ് ഫുഡിൻ്റെ കൂടെ കടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം. ഓക്കെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി ക്ലോസ് ചെയ്യാം. ഒന്നാം തരം ടിഫിനാണ് കേട്ടോ, വെരി കോമ്പാക്റ്റ്. അനങ്ങില്ല, അകത്ത് എങ്ങനെ ഇരിക്കുന്നു അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ടിഫിനാകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അതനുസരിച്ചിട്ട് ടിഫിൻ ഐറ്റംസ് മാറിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, ദിസ് ഇസ് പീനട്ട് ആൻഡ് കോക്കനട്ട് റൈസ്, യെല്ലോ ഫ്രൈഡ് റൈസ്. അടിപൊളി, നല്ല ടേസ്റ്റ്. നമ്മുടെ ഗ്രീൻ റൈസിൻ്റെ ടേസ്റ്റ് അടിപൊളി. അതിൻ്റെ കൂടെ നമ്മുടെ പൊമഗ്രാനൈറ്റ്, ആഹാ എന്ത് കോമ്പിനേഷൻ. ഇനി പിങ്ക് റൈസ്, ഗംഭീരം. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയാണ്, ഈസി ടു മേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസം ചെയ്ത് വെക്കാം, ഒരാഴ്ച മുന്നേ നമുക്ക് പ്രിപ്പറേഷൻസ് തുടങ്ങാം. കുറേ രാവിലെ ജസ്റ്റ് ഒരു സോർട്ടിങ്ങിൻ്റെ ജോലി മാത്രമേ വരുള്ളൂ അന്നേരം, ജസ്റ്റ് ഒരു ഗ്രൈൻഡിങ് ആൻഡ് സോർട്ടിങ്, ദാറ്റ്സ് ഓൾ. റൈസ് ഉൾപ്പെടെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചതിൽ യോഗേട്ട് ഞാൻ വെച്ചില്ല എന്നേ ഉള്ളൂ. ആ പാത്രത്തിൽ യോഗേട്ട് കൂടി വെച്ചാൽ ചിലപ്പോൾ അത് സ്പില്ലാവുമെന്ന് എനിക്കൊരു പേടി. അല്ലെങ്കിൽ ശരിക്കൊരു റെയ്ത്ത പോലെ തന്നെ ഉണ്ടാക്കിയോ, ടൊമാറ്റോ, കുക്കുംബർ, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് യോഗട്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടമാവും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തയക്കാമല്ലോ എക്സ്ട്രാ. ഓക്കെ, എന്തായാലും എനിക്ക് 3 ടിഫിൻ ബോക്സ് ഐറ്റംസ് ഇന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂടുതൽ ടിഫിൻ ബോക്സ് ഐറ്റംസ് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം റൈസ് ബേസ്ഡാണ്. ഇനി വ്യത്യസ്തമായിട്ട് വേറെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് വിചാരിക്കട്ടെ, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കട്ടെ. എനിക്ക് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കെല്ലാവർക്കും, കുഞ്ഞുങ്ങളുള്ളവർക്കെല്ലാം സ്കൂളിൽ ടിഫിൻ കൊടുത്തു വിടണം എന്നുള്ളവർക്ക് ഇതൊരു ഉപകാരമാകട്ടെ വിചാരിച്ചു. ആണെന്നറിഞ്ഞാൽ എനിക്ക് വളരെ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.